ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ദർശന അക്കാഡമിയുടെ നീറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് കെമിസ്ട്രിയിൽ നമ്മൾ 2 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ 2 ചാപ്റ്ററാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. 2 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനോർഗാനിക് ചാപ്റ്ററും കൂടിയാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ഈ 2 ചാപ്റ്ററുകളുടെയും പ്രീവിയസ് ഇയറിൻ്റെ നീറ്റ് വെയിറ്റേജ് നമുക്കൊന്ന് നോക്കാം. പ്രീവിയസ് ഇയറിൽ എത്ര ക്വസ്റ്റ്യൻസ് വീതമാണ് ഈ ഓരോ ചാപ്റ്ററുകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്ന്. 2020 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ഇയറിൻ്റെ നീറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അതിൽ കെമിക്കൽ പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്ററിനകത്ത് പീരിയോഡിക് ടേബിൾ ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പ്രീവിയസ് ഇയറിലെ എല്ലാ വർഷങ്ങളിലും ഓരോ ചോദ്യം വീതമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ നിങ്ങൾക്ക് വെയിറ്റേജ് അനാലിസിസ് നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണെന്ന്. കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 3 ചോദ്യം ഉണ്ടായിരുന്നു. 2020 മുതൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ 18, 17 വർഷങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില വർഷങ്ങളിൽ 4 ക്വസ്റ്റ്യൻ വരെ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പോൾ ആദ്യം നമ്മൾക്ക് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നുള്ള ആ ചാപ്റ്ററിലേക്ക് ഒന്ന് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. എലമെന്റ്സുകളുടെ ക്ലാസിഫിക്കേഷൻ. NCERT ടെക്സ്റ്റ് ബുക്കിൽ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ തുടങ്ങുന്നത് തന്നെ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്ററീസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. അപ്പം നമുക്ക് ആ ഹിസ്റ്ററികളുടെ ആ ഓരോ കാലഘട്ടത്തിലും എന്തെല്ലാമൊക്കെ പ്രിപ്പറേഷൻസ് ആണ്, എങ്ങനെയെല്ലാമാണ് എലമെന്റ്സുകളെ ഇന്ന് കാണപ്പെടുന്ന ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് എത്താൻ സഹായിച്ച സയന്റിസ്റ്റുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഡോബറൈനേഴ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ ട്രയേഡ്സ്, അതായത് 3 മൂലകങ്ങൾ, 3 എലമെന്റ്സുകൾ ചേർത്തൊരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എലമെന്റുകളെ മാത്രമേ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അത് പിൽക്കാലത്ത് തള്ളപ്പെട്ടു പോയ ഒരു കൺസെപ്റ്റും കൂടിയാണ് ഡോബറൈനേഴ്സ് ട്രയേഡ്സ്. പിന്നെ അതിനുശേഷം ചാൻ കോട്ടോയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ടെലൂറിക് ഹെലിക്സ് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് എന്ന് പറയുന്ന സംഗീത സ്വരങ്ങളിലെ ഒക്ടേവ്സ് പോലെ ന്യൂലാൻഡ്സിന്റെ ഒക്ടേവ്സ് വന്നത്. ലോഥർ മേയറിന്റെ അറ്റോമിക് വോളിയം കർവ് ആണ് പിന്നീട് വന്നത്. അതിനുശേഷമാണ് മെൻഡലീഫ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഓൾഡ് പീരിയോഡിക് ലോയുമായിട്ട് വന്നിരുന്നത്. അപ്പം മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ തുടങ്ങിയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത്. അപ്പം ഓൾഡ് പീരിയോഡിക് ലോ, മെൻഡലീഫ് കൊണ്ടുവന്ന ഓൾഡ് പീരിയോഡിക് ലോയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഓൾഡ് പീരിയോഡിക് ലോ എന്ന് പറഞ്ഞാൽ എലമെന്റുകളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് വെയ്റ്റിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അറ്റോമിക് നമ്പർ അല്ല, അറ്റോമിക് വെയ്റ്റിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്നാണ് മെൻഡലീഫ് പ്രസ്താവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അന്ന് അറിയപ്പെട്ടിട്ടുള്ള എലമെന്റുകളെ എല്ലാം അറേഞ്ച് ചെയ്തൊരു ടേബിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ അദ്ദേഹം അലുമിനിയത്തിന് താഴെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പിൽക്കാലത്ത് ഒരു എലമെന്റ് കണ്ടുപിടിക്കുമെന്നും പ്രഡിക്ഷനാണ്, അലുമിനിയത്തിന് ശേഷം ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലിക്കണിന്റെ താഴെയും ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അതിന് പേര് കൊടുത്തിരുന്നത് അലുമിനിയത്തിന് താഴെയുള്ളതിനെ ഏക അലുമിനിയം എന്നും സിലിക്കണിന് താഴെയുള്ളതിനെ ഏക സിലിക്കണിനും കൊടുത്തു. പിന്നീടാണ് അതിന് താഴെ പ്രോപ്പറായിട്ടുള്ള ഗാലിയവും ജെർമേനിയവും കണ്ടെത്തിയത്. അപ്പൊ ജെർമേനിയവും ഗാലിയവും കണ്ടെത്തുമെന്ന് അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അദ്ദേഹത്തിന് മുൻകൂട്ടി 2 എലമെന്റുകൾ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടായി വരുമെന്നും അവരുടെ കുറച്ച് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടിയും അദ്ദേഹത്തിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പൊ ഏക അലുമിനിയവും ഏക സിലിക്കണും ഏതാണെന്ന് ഓർത്തിരിക്കുക. ഏക അലുമിനിയം ഗാലിയമാണ്, ഏക സിലിക്കൺ ജെർമേനിയമാണ്. അപ്പൊ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മോഡേൺ പീരിയോഡിക് ലോയുമായി ഹെൻറി മോസ്ലി വന്നു. മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ എന്താണ്? അപ്പൊ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. മെൻഡലീഫിന്റെ പീരിയോഡിക് ലോയിൽ, ഓൾഡ് പീരിയോഡിക് ലോയിലും പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞതിൽ നിന്ന് അറ്റോമിക് വെയിറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ആധികാരികത അറ്റോമിക് നമ്പറിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ ആറ്റോമിക് നമ്പർ എന്ന് കറക്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ചെറിയൊരു കറക്ഷൻ നടത്തിയിരിക്കുകയാണ്. അറ്റോമിക് വെയിറ്റ് എന്നുള്ളത് അറ്റോമിക് നമ്പർ ആക്കി മാറ്റി ഹെൻറി മോസ്ലി. അതാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ള എല്ലാ എലമെന്റുകളെയും ഇന്ന് കാണപ്പെടുന്ന മോഡേൺ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിലേക്ക് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വെർട്ടിക്കലായിട്ട് വരുന്ന, അതായത് കോളമായിട്ട് വരുന്നവരെ ഗ്രൂപ്പ് എന്നും ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നവരെ പീരീഡ് എന്നുമാണ് കൊടുത്തിരുന്നത്. സീരീസ് എന്നുള്ളത് പീരീഡ് ഒക്കെ ആയി മാറി. ഇപ്പൊ പീരീഡ്സ് കൊണ്ട് അതുപോലെ ഗ്രൂപ്പുകളുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണുള്ളത്. 1 മുതൽ 18 വരെ നമ്പർ ചെയ്തിട്ടുണ്ട്. 1, 2, പിന്നെ 3, 4, 5 മുതൽ 18 ഗ്രൂപ്പുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയാം. ഇതുപോലെ തന്നെ
7 പീരീഡ്സുകൾ ഉണ്ട്. 7 പീരീഡ്സിൽ 6ഉം 7ഉം പീരീഡാണ് ഏറ്റവും വലിയ പീരീഡുകൾ. ഒന്നാമത്തെ പീരീഡിൽ ആകെ 2 എലമെന്റേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും മാത്രം. രണ്ടാമത്തെ പീരീഡിൽ 8, പിന്നീട് വരുന്ന പീരീഡിലും 8 എലമെന്റ്, ദെൻ 18, ദെൻ 32 ആ റേഞ്ചിലാണ് പീരീഡ്സിലെ എലമെന്റുകൾ പോകുന്നത്. അപ്പം മോഡേൺ പീരിയോഡിക് ലോയും മോഡേൺ ഫോം ഓഫ് പീരിയോഡിക് ടേബിളും കൊണ്ടുവന്നത് മോഴ്സ്ലി ആയിരുന്നു. ഹെൻറി മോഴ്സ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. NCERT അതിനുശേഷം കൊടുത്തിരിക്കുന്നതാണ് 100ന് ശേഷമുള്ള എലമെന്റുകളെ IUPAC റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ 100ന് ശേഷമുള്ള എലമെന്റുകളെ IUPAC നെയിം കൊടുക്കാവുന്നതാണ്. കാരണം 104ാമത്തെ എലമെന്റ് അത് ഒരേ സമയം അമേരിക്കൻ സയന്റിസ്റ്റുകളും സോവിയറ്റ് യൂണിയൻ സയന്റിസ്റ്റുകളും ഒരേ സമയത്ത് 104ാമത്തെ എലമെന്റിനെ കണ്ടുപിടിച്ചു. അപ്പൊ അമേരിക്കക്കാർ റുദർഫോർഡിയോ എന്ന് കൊടുത്തു, സോവിയറ്റുകാർ കുച്ച്ടോവിയം എന്ന് കൊടുത്തു. അപ്പൊ ഇതിൽ ആരുടെ പേരാണ് എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് എങ്ങനെ IUPAC പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു എലമെന്റിന്റെ IUPAC നോമൻക്ലേച്ചർ ഇപ്പറയുന്ന രീതിയിൽ വേണം കൊടുക്കാൻ, അവരുടെ സിമ്പൽ ഉൾപ്പെടെ. പിന്നീട് ആ ഗ്രൂപ്പുകൾ നോക്കി, അതായത് അതിൽ അംഗമായിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം നോക്കി, അതിലെ മെമ്പേഴ്സുകൾ നോക്കി വോട്ട് ചെയ്തിട്ടാണ് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒഫീഷ്യൽ നെയിം കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ് 100ന് ശേഷമുള്ള എലമെന്റുകളുടെ IUPAC നെയിം ചെയ്യണത്. അപ്പൊ അതിനുവേണ്ടി 0 മുതൽ 9 വരെയുള്ള ഓരോ ഡിജിറ്റിനും ഓരോ നെയിമും അതിന് കറസ്പോണ്ടിങ് ആയ ഓരോ അബ്രീവിയേഷനും കൊടുത്തിട്ടുണ്ട്. 0 ആണെങ്കിൽ നിൽ, N എന്ന് കൊടുത്തു. അതുപോലെ 1 ആണെങ്കിൽ അണ്ണ്, U. ഇതേപോലെ തന്നെ ഡൈ ആണെങ്കിൽ ബൈ, ട്രൈ, ക്വാഡ്, പെന്റ്, ഹെക്സ് കഴിഞ്ഞ് ഹെപ്റ്റ് അല്ല, കാരണം ഓൾറെഡി H അവിടെ ഉപയോഗിച്ചതിനാൽ സെപ്റ്റ്. പിന്നെ ഒക്ട്, N. കാരണം നൺ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി N എന്ന് പറയുന്നത് നില്ലിന് വേണ്ടി ഉപയോഗിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് 101 എന്ന് പറയുന്ന ഒരു എലമെന്റ്, 101ാമത്തെ എലമെന്റിന് നമുക്ക് IUPAC റൂൾ അനുസരിച്ച് അതിന് സിമ്പൽ കൊടുക്കണം. അപ്പൊ 1 എന്ന് പറയുന്നതിന് എന്ത് പേരിട്ട് കൊടുക്കാം? U, അണ്ണെന്ന് കൊടുത്തു. 0 ആണെങ്കിൽ നില്ലെന്ന് കൊടുത്തു. അതിനുശേഷം പിന്നെയും 1 ആണ്, അപ്പൊ നമ്മൾ അണ്ണെന്ന് കൊടുത്തു. UNU എന്ന് അതിന്റെ പേര്, അതിന്റെ IUPAC അബ്രീവിയേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സിമ്പൽ കൊടുക്കാം. അപ്പൊ പേര് പറയുമ്പോഴേക്കും അൺ, നിൽ, പിന്നെ IUM കൂടെ ചേർത്തിരിക്കണം. ഇതാണ് അതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, IUPAC symbol for the element having atomic number 106. അപ്പൊ 106 അറ്റോമിക് നമ്പർ ഉള്ള ഈ എലമെന്റിന്റെ IUPAC നെയിം അല്ലെങ്കിൽ IUPAC സിമ്പൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 106 എന്ന് പറയുമ്പോൾ 106, 1നെ ഇൻഡിക്കേറ്റ് ചെയ്ത് നമുക്ക് U കൊടുക്കാം. 0 നില്ലാണ്, അപ്പം N എന്ന് പറയുന്നത് ഇട്ടു. 6 ആണെങ്കിൽ ഹെക്സ് ആണ്, 7 സെപ്റ്റ് ആണ്, ഹെക്സിന് H എന്നും കൊടുത്തു. അപ്പൊ UNH എന്ന് പറയുന്നതാണ് 106ാമത്തെ എലമെന്റിന്റെ IUPAC സിമ്പൽ എന്ന് പറയുന്നത്. പേര് പറയുമ്പം അൺ, നിൽ, ഹെക്സ് ആണെങ്കിൽ ഹെക്സ് കൂടെ ചേർത്ത് IUM കൂടെ ചേർക്കുക. അൺ, നിൽ, ഹെക്സിയം എന്ന് അവരുടെ IUPAC നെയിം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർത്തിരിക്കണം, നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലും 101 മുതലുള്ള കുറച്ച് എലമെന്റുകളുടെ സിമ്പലും അവരുടെ ഒഫീഷ്യൽ നെയിമും കൊടുത്തിട്ടുണ്ട്. മെൻഡലീവിയം, അങ്ങനെ കുറേ എണ്ണത്തിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് വേണം നിങ്ങൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ് അത്. ഇനി പീരിയോഡിക് ടേബിളിനെ മൊത്തം 4 ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. S ബ്ലോക്ക് എലമെന്റ്, P ബ്ലോക്ക് എലമെന്റ്, D ബ്ലോക്ക് എലമെന്റ് ആൻഡ് F ബ്ലോക്ക് എലമെന്റ്. S ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ഗ്രൂപ്പുകൾ, അതായത് ആൽക്കലി മെറ്റലുകളും ആൽക്കലൈൻ എർത്ത് എലമെന്റുകളും ഉൾപ്പെടെയുള്ള 1ഉം 2ഉം ഗ്രൂപ്പുകൾ, ജനറലി NS1, NS2 ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്ന ഈ 2 ഗ്രൂപ്പിൽ പെടുന്ന എലമെന്റുകളെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് S ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഹൈലി റിയാക്റ്റീവും കൂടിയാണ് ഈ മെറ്റലുകൾ എന്ന് പറയുന്നത്, മെറ്റൽസുകളാണ്. രണ്ടാമത്തത് P ബ്ലോക്കിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ 13 മുതൽ മോഡേൺ പീരിയോഡിക് ടേബിളിലെ 13 മുതൽ യഥാക്രമം 18 വരെയുള്ള ബോറോൺ മുതൽ നോബിൾ ഗ്യാസ് ഫാമിലി വരെയുള്ള എലമെന്റുകൾ അവരെ NS2, NP1 മുതൽ NS2, NP6 വരെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയ നോബിൾ ഗ്യാസ് വരെയുള്ള ഈ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സുകളെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ P ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. കാരണം അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺ P ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. ഇനി ഒരു കാര്യം ഓർത്തിരിക്കുക, S ബ്ലോക്ക് എലമെന്റുകളെയും P ബ്ലോക്ക് എലമെന്റുകളെയും എസിനെയും പിയെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഓർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് വിളിക്കും. അപ്പം 1ഉം 2ഉം ഗ്രൂപ്പുകളും 13, 14, 15, 16, 17, 18 ഇത്രയും ഗ്രൂപ്പുകളെയും കൂടെ ചേർത്ത് എസിനെയും P ബ്ലോക്കിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് വിളിക്കും. ഇനി
അടുത്ത ബ്ലോക്കാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. നമുക്ക് അവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാം. അതായത് ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺസ് ഡി ഓർബിറ്റലിലാണ്, അല്ലെങ്കിൽ ഔട്ടർ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഡി ഓർബിറ്റലിലാണ് ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺസ് ഫില്ലപ്പ് ചെയ്യുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സുകൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കുന്നത്. അതിൽ 3D സീരീസ് ഉണ്ട്, 4D സീരീസ് ഉണ്ട്, 5D സീരീസ് ഉണ്ട്. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള 3D സീരീസ്, 4D സീരീസ് ആൻഡ് 5D സീരീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് n-1 d 1 to 10. d1 വരാം, അതിൽ 10 വരെ വരാം. പിന്നെ ns0 to 2. ns2 ഇവിടെ കൊടുക്കാതിരുന്ന ചില എക്സെപ്ഷണൽ കേസുകൾ ഉള്ളതിനാലാണ് ns0 to 2 എന്ന് കൊടുത്തിരുന്നത്. കാരണം അതിൽ പലേഡിയത്തിന്റെ കോൺഫിഗറേഷൻ 4d10 5s0 എന്നാണ്. അപ്പോൾ അവിടെ 0 to 2 എന്ന് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്. നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചതാണ് ഡി ബ്ലോക്ക് എലമെന്റുകളെ പറ്റി. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. സെക്കൻഡ് ഇയറിലും ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും ഉണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തന്നെ ബാക്കിയായിട്ടും പഠിക്കാനായിട്ടുണ്ട്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സുകൾ എന്ന് വിളിക്കും. എസ് ബ്ലോക്ക് എലമെന്റ്, എസ് അല്ല എഫ് ബ്ലോക്ക് എലമെന്റ്. എഫ് ഔട്ടർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ എഫ് ഓർബിറ്റലിൽ ഫില്ലപ്പ് ചെയ്യുന്ന ഈ ടൈപ്പ് ബ്ലോക്ക് ഇലക്ട്രോൺസിനെ എഫ് ബ്ലോക്ക് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. അത് ആക്ച്വലി 6ാമത്തെ പീരീഡിലുള്ള ലാന്തനത്തിന് തുടർച്ചയായിട്ടും 7ാമത്തെ പീരീഡിൽ പെടുന്ന ആക്ടിനത്തിന് തുടർച്ചയായിട്ട് വരുന്ന 14 എലമെന്റുകളാണ് ഈ പറയുന്ന സീരീസിൽ പെടുന്നത്. അതിന് ലാന്തനത്തിന് തുടർച്ചയായിട്ട് വരുന്ന 14 എലമെന്റ്, അതായത് സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെന്റുകളെ നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും. ആക്ടിനത്തിന് താഴെ വരുന്ന തോറിയം മുതൽ ലൊറൻഷ്യൻ വരെയുള്ള എലമെന്റുകളെ നമ്മൾ ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. ഇതിൽ ഓർത്തിരിക്കേണ്ടത് യുറേനിയത്തിന് ശേഷം വരുന്ന ആക്ടിനോയിഡ്സ്, തോറിയം, പ്രൊട്ടാക്ടിനിയം, യുറേനിയം അങ്ങനെയൊക്കെ പോകും. യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റുകളെ നമ്മൾ ട്രാൻസ് യുറേനിക് എലമെന്റ് എന്ന് വിളിക്കും. അപ്പം ആക്ടിനോയിഡ്സ് അല്ല ശരിക്കും പറഞ്ഞാൽ, ആക്ടിനോയിഡ്സ് മൊത്തം ട്രാൻസ് യുറേനിക് എലമെന്റ് അല്ല. ആക്ടിനോയിഡ്സിൽ തോറിയവും പ്രൊട്ടാക്ടിനിയവും കഴിഞ്ഞ് യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റുകളെ ട്രാൻസ് യുറേനിക് എലമെന്റ് എന്ന് വിളിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് ഇത്രയും ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്ലോക്കുകളുമായിട്ടും ഇതുവരെ പറഞ്ഞ ഭാഗവുമായിട്ട് ചേർത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദി ഫോളോയിങ്. ജെർമേനിയം ഈസ് നോൺ ആസ് ഏക അലൂമിനിയം. ശരിയാണോ? ഏക അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഗാലിയം ആണ്. ഇറ്റ്സ് നോട്ട് ജെർമേനിയം. അലൂമിനിയത്തിന് തൊട്ട് താഴെ വരുന്ന ഗാലിയം ആണ് ഏക അലൂമിനിയം. സോ ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. നോബിൾ ഗ്യാസ് എക്സിബിറ്റ് വെരി ഹൈ കെമിക്കൽ റിയാക്ടിവിറ്റി. കാരണം നോബിൾ ഗ്യാസിന് ഓൾറെഡി അവരുടെ ഔട്ടർ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് അവർക്ക് ചേരേണ്ട ആവശ്യമില്ല. കാരണം ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ അവർക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ സ്റ്റേബിൾ ആകാൻ വേണ്ടിയാണ് അവർ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടുകളായിട്ട് മാറുന്നത്. ഓൾറെഡി ഈ വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതിനാൽ ഇപ്പോൾ ഇവർക്ക് മറ്റുള്ള എലമെന്റുകളുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്സെനോണും ക്രിപ്റ്റോണും ഒഴിച്ച് അത് റെയർ ആയിട്ട് വരുന്ന നോബിൾ ഗ്യാസ് കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ഒരു ജനറലി പറഞ്ഞാൽ നോബിൾ ഗ്യാസ് എക്സിബിറ്റ് വെരി ഹൈ കെമിക്കൽ റിയാക്ടിവിറ്റി. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അവർക്ക് റിയാക്ടിവിറ്റി തീരെ കുറവാണ്. P block elements together with S block elements are representative element. It's a correct statement. P block elementum S block elementum കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് representative elements അല്ലെങ്കിൽ main group elements എന്ന് വിളിക്കും. ഇനി actinoids elements are also known as transuranic element. It's a wrong statement. actinoidനെ മൊത്തം നമ്മൾ transuranic element എന്ന് വിളിക്കാറില്ല. യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റുകളെ just after uranium, what are the elements kept after uranium and the actinoid series are known as transuranic elements. So these 3 statements are wrong statement. Only one statement is correct. So the answer will be option 3 ആയിരിക്കും correct ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതാണ്. അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ. The atom which has electronic configuration 1s2, 2s2, 2p6, 3s2, 3p4. Now you are familiar with this element. Total number of electrons 2, 4, 6, 10, 12, 16 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് സൾഫർ ആണ് ഈ പറഞ്ഞ കോമ്പൗണ്ട്. സൾഫർ ഏത് പീരീഡിൽ പെടും? അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിന്റെ വാല്യൂ നോക്കിയാൽ മതി. 3ാമത്തെ പീരീഡിലാണ് ഇത് പെടേണ്ടത്. ശരിയല്ലേ? 3s2, 3p4 എന്നാണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ അത് 3rd പീരീഡിൽ പെടുന്ന എലമെന്റുകളാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് അതിന്റെ പീരീഡിന്റെ എണ്ണം. ഇനി ഏത് ഗ്രൂപ്പാ? ഔട്ടർ ഷെല്ലിൽ 2, 4, 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 10 + 6 16. 16ാമത്തെ ഗ്രൂപ്പിലാണ് ഇവർ പെടേണ്ടത്. ഓക്സിജൻ ഫാമിലി ചാൾക്കോജൻസിൽ പെടേണ്ട എലമെന്റ് ആണ് ഇത്. അപ്പോൾ ഓർത്തിരിക്കുക, പീരീഡ് 3, ഗ്രൂപ്പ് 16. എളുപ്പമുള്ള ചോദ്യമാണ്, വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ 3 ആൻസർ വരും.
ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് പീരിയോഡിക് ട്രെൻഡ്സ് ആണ്. അതായത് പ്രോപ്പർട്ടികളായിട്ടുള്ള അറ്റോമിക് റേഡിയായി, അയോണിക് റേഡിയായി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അയണൈസേഷൻ എനർജി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇവ പീരീഡിൽ എങ്ങനെ വേരി ചെയ്യും, ഗ്രൂപ്പിൽ എങ്ങനെ വേരി ചെയ്യും, അതിൻ്റെ ട്രെൻഡ്സ് എങ്ങനെയാണ്, അതെല്ലാം അറിഞ്ഞിരിക്കണം. ആദ്യം അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ വാലൻസ് ഓർബിറ്റൽ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, വാണ്ടർവാൾഡ് റേഡിയസ്, കോവാലന്റ് റേഡിയസ്, അങ്ങനെ പലതും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അറ്റോമിക് റേഡിയസ് അത്രയേ ഉള്ളൂ. ഇനി അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ഒരു പീരീഡിൽ എങ്ങനെ വേരി ചെയ്യുന്നു, ഗ്രൂപ്പിൽ എങ്ങനെ വേരി ചെയ്യുന്നു, അത് ഓർത്തിരിക്കേണ്ടത്. ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് അറ്റോമിക് റേഡിയസ് കുറയും. കാരണം ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കും. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനാൽ കുറച്ചുകൂടെ ഷ്രിങ്കേജ് അവിടെ നടക്കും. അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട്, ലിഥിയം മുതൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ വരെയുള്ള ആ സെക്കൻഡ് പീരീഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ ലിഥിയത്തിൽ നിന്ന് തുടർച്ചയായി റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. കാരണം സെയിം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സെയിം ഷെല്ലിൽ തന്നെയാണ് ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പം ആയതിനാൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനാൽ പുറത്തെ ഷെല്ല് ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. അതിനനുസരിച്ച് അതിൻ്റെ സൈസിന് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, പീരീഡിൽ കുറവ്. അവിടെയും വേരിയേഷൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. അത് എക്സെപ്ഷണൽ കേസ് നോട്ട് ചെയ്ത് വെച്ച് വേണം പഠിക്കാൻ. ഇനി ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം കൂടും. അപ്പോൾ എണ്ണം കൂടുന്നതുകൊണ്ട് ഒബ്വിയസ്ലി അതിൻ്റെ സൈസും വർദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പീരീഡിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, ആറ്റോമിക് സൈസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അയോണിക് റേഡിയസിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, അയോണിക് റേഡിയസ് സാധാരണ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസുകളായിട്ട് മാറും, കാറ്റയോൺസ് ആയിട്ട് മാറും. ഇലക്ട്രോൺ അതേ സമയത്ത് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആനിയോൺ ആയിട്ട് മാറും. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, ന്യൂട്രൽ ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കാറ്റയോൺ ആയിട്ട് മാറുകയാണ് എങ്കിൽ, അപ്പോൾ കാറ്റയോൺ ആയിട്ട് മാറുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം കുറഞ്ഞു. ന്യൂക്ലിയർ ചാർജ് എന്നാൽ മാറ്റമൊന്നുമില്ല. അപ്പം ന്യൂക്ലിയസ് ആ 10 ഇലക്ട്രോൺ, ഫോർ എക്സാമ്പിൾ സോഡിയം ആണെന്ന് വിചാരിക്കുക. സോഡിയത്തിന്റെ ഔട്ടർ ഷെല്ലിൽ സോഡിയത്തിന്റെ കയ്യിൽ 11 ഇലക്ട്രോണും 11 പ്രോട്ടോണും ഉണ്ടായിരുന്നു. ന്യൂക്ലിയസിനകത്ത് 11 പ്രോട്ടോണും ഇലക്ട്രോൺസ് 11 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Na+ ആയി കഴിയുമ്പോൾ 11 പ്രോട്ടോണും 10 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോൺസുകൾക്ക് ഈ 10 ഇലക്ട്രോൺസിന് 11 പ്രോട്ടോണുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ സൈസ് അവർക്ക് കുറയും. അപ്പോൾ സോഡിയം ആറ്റമായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും സൈസ് എപ്പോഴും കുറവായിരിക്കും സോഡിയം അത് കാറ്റയോൺ ആയിട്ട് മാറുന്ന സമയത്ത്. അപ്പൊ കാറ്റയോണിന്റെ സൈസ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അയോണിക് റേഡിയസ് ഓഫ് കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ അറ്റോമിക് റേഡിയസ് ഓഫ് പേരന്റ് ആറ്റം. പേരന്റ് ആറ്റത്തിനേക്കാളും എപ്പോഴും കുറവായിരിക്കും. ഇതേ സമയത്ത് ആനിയോൺ ആണ് എങ്കിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് കിട്ടുക. അപ്പൊ എക്സ്ട്രാ ഇലക്ട്രോൺസ് കിട്ടിക്കഴിയുമ്പോഴേക്കും ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അതിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺസ് ഷെല്ലുകളിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു സൈസിന് എൻലാർജ്മെന്റ് നടക്കും. അപ്പോൾ ആനിയോണിന് സൈസ് കൂടുതലായിരിക്കും പേരന്റ് ആയിട്ടുള്ള ആറ്റത്തിനെക്കാട്ടിലും. അത് ഓർത്തിരിക്കുക. കാറ്റയോണിന് സൈസ് കുറവായിരിക്കും, ആനിയോണിന് കൂടുതലായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അയഡിൻ ആറ്റത്തിനെക്കാട്ടിലും സൈസ് കുറവാ അയഡിൻ പ്ലസ് അയോണിന്. എന്നാൽ അയഡിൻ മൈനസ് അയോണിന് വരുമ്പോഴേക്കും കൂടുതലായിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസുകളെ നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കും. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ കേസിൽ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസുകളെക്കാട്ടിലും കൂടുതലായിരിക്കും ന്യൂട്രൽ ആയിട്ടുള്ള സ്പീഷീസുകൾക്ക് അതിൻ്റെ അയോണിക്സ് അല്ലെങ്കിൽ അവരുടെ സൈസ് എന്ന് പറയുന്നത്. ന്യൂട്രലിനെക്കാട്ടിലും വീണ്ടും കൂടുതലായിരിക്കും നെഗറ്റീവ് ചാർജ്. അപ്പോൾ കൂടുതൽ നെഗറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് നെഗറ്റീവ്, ഇപ്പം -1 ഉം -2 തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ F- O2- തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണം 10 ആണ്. അങ്ങനെ ആകുമ്പോഴേക്കും O2- സൈസ് കൂടുതൽ വരുന്നത്. അപ്പം കൂടുതൽ നെഗറ്റീവ് ചാർജ് വരുന്നതിനനുസരിച്ച് സൈസ് കൂടും, പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയും. അത് ഓർത്തിരിക്കണം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുമായിട്ട് കണക്റ്റഡ് എപ്പോഴും ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതേ ടൈപ്പിൽ ഒരു ചോദ്യമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, അയോണിക് റേഡിയസ് ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ O2-. ഫ്ലൂറിന്റെ F- ആണ്, O2- ആണ്. ബോത്ത് ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. F- എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂറിന്റെ കയ്യിൽ 9 ഇലക്ട്രോൺസ് ഉണ്ട്, ഒരെണ്ണോടെ ചേർന്ന് 10 ഇലക്ട്രോൺസ് ആയി. O2-. ഓക്സിജന്റെ കയ്യിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, രണ്ടെണ്ണോടെ ചേരുമ്പോൾ 10 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ രണ്ടുപേരുടെയും ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളെ സംബന്ധിച്ചിടത്തോളം -1, -2, -3 എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് -3 ആയിരിക്കും സൈസ് കൂടുതൽ. ഇനി +1, +2, +3 ആണെങ്കിൽ +3 ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ F- O2- എടുത്തിട്ടുണ്ട് എങ്കിൽ O2- സൈസ് കൂടുതലുണ്ട്, F- സോ സ്റ്റേറ്റ്മെന്റ് 1 റോങ്. അത് കറക്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അയോണിക് റേഡിയസ് ഓഫ് F- ഈസ് ഗ്രേറ്റർ അല്ല, ലെസ് ദാൻ ദാറ്റ് ഓഫ് O2- എന്ന് വരണം. F- ആൻഡ് O2- ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്.
ശരിയാണോ? അത് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് പറയാം? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയേണ്ടത്. ഇനി അയണൈസേഷൻ എൻതാൽപ്പിയിലേക്ക് വരുമ്പോൾ, അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൂസ്ലി ബൗണ്ട് വാലൻസ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എനർജിക്കാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അയണൈസേഷൻ എനർജി ഒരു പീരീഡിൽ ഇൻക്രീസ് ചെയ്യും, അവിടെയും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്, ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അയണൈസേഷൻ എനർജി പീരീഡിൽ ഇൻക്രീസ് ചെയ്യപ്പെടുകയും ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി സെക്കൻഡ് അയണൈസേഷൻ എനർജി എപ്പോഴും കൂടുതലായിരിക്കും ഫസ്റ്റ് അയണൈസേഷൻ എനർജിയെക്കാട്ടിലും. കാരണം ഓൾറെഡി ന്യൂട്രൽ ആയിരിക്കുന്ന ഒരു സ്പീഷീസിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ആയിട്ട് മാറി പോസിറ്റീവിൽ നിന്ന് വീണ്ടും ഇലക്ട്രോണിനെ കളയുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അയണൈസേഷൻ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. ആറ്റത്തിന്റെ സൈസ് കൂടിയാൽ അയണൈസേഷൻ എനർജി കുറയും. അയണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറ്റമിക് സൈസ്. 2, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ക്രീനിങ് ഇഫക്റ്റിന് പെനട്രേറ്റിംഗ് പവർ ഒക്കെ വെച്ച് ഇവിടെ പഠിച്ചിട്ടുള്ളതാണ്. സ്ക്രീനിങ് ഇഫക്റ്റിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സ്ക്രീനിങ് ഇഫക്റ്റ് കൂടി കഴിയുമ്പോൾ ന്യൂക്ലിയസുമായിട്ടുള്ള വാലൻസ് ഇലക്ട്രോൺസ് അത്രയും സ്ക്രീൻ ചെയ്യപ്പെടുകയാണ്. സ്ക്രീനിങ് ഇഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് എനർജിയും മതി. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർ ഡെഫിനിഷൻ അല്ല. എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയാണെന്നില്ല. ചിലർക്ക് എക്സോതെർമിക്കോ എൻഡോതെർമിക്കോ ഒക്കെ ആയി മാറാൻ പറ്റും. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിലേക്ക് എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് സംടൈംസ് ഇലക്ട്രോൺ എനർജി റിലീസ് ചെയ്യപ്പെടാം, എക്സോതെർമിക് ആയിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. സംടൈംസ് എനർജി അബ്സോർബ് ചെയ്യപ്പെടാം, അബ്സോർബ് ചെയ്യുന്നത് എൻഡോതെർമിക് ആണ്, എനർജി റിലീസ് ചെയ്യപ്പെടുന്നത് എക്സോതെർമിക് ആയിരിക്കും. അത് റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എലമെന്റ്സിനനുസരിച്ച്. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഇതേപോലെ തന്നെ അറ്റോമിക് സൈസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, സ്ക്രീനിങ് ഇഫക്റ്റിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓർത്തിരിക്കുക. 5ാമത്തെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതായത് ഒരു സ്പീഷീസിന് ഇലക്ട്രോണിനെ മേടിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്, മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ ആ എബിലിറ്റിക്ക് വിളിക്കുന്ന മെഷർമെന്റ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി പീരീഡിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയും ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും ചെയ്യും. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലോറിൻ ഈസ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ് അവരുടെ പീരിയോഡിക് ടേബിളിന്റെ പ്രോപ്പർട്ടി എങ്ങനെ, കെമിക്കൽ റിയാക്ഷനിൽ അവരുടെ ട്രെൻഡ്സ് എങ്ങനെയാണ്? അതിലെ ശ്രദ്ധിക്കേണ്ടതും 2ാമത്തെ പീരീഡിൽ പെടുന്ന എലമെന്റുകൾ, അതായത് ഓരോ ഗ്രൂപ്പിലെയും 2ാമത്തെ പീരീഡ്, പ്രത്യേകിച്ച് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇവരെല്ലാം ഫസ്റ്റ്, സെക്കൻഡ് പീരീഡിൽ പെടുന്ന അതാത് ഗ്രൂപ്പിലെ എലമെന്റുകളാണ്. അവർക്ക് ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെന്റുകളെ അപേക്ഷിച്ച് സെക്കൻഡ് പീരീഡിൽ പെടുന്ന കോമ്പൗണ്ടുകൾക്ക് അതാത് ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെന്റുകളെ അപേക്ഷിച്ച് ചില പ്രത്യേക സവിശേഷതകളുണ്ട്, അനോമലസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിന്റെ കാരണം 1, അവരുടെ സൈസ് തീരെ കുറവാണ്. 2, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. 3, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. 4, ഡി ഇലക്ട്രോൺസിന്റെ അഭാവം. ഡി ഇലക്ട്രോൺസ് ഇല്ല, അവരുടെ കയ്യിൽ ഡി ഇലക്ട്രോൺസ് ഇല്ലാത്തതിനാൽ ഇവർക്ക് ചില അനോമലസ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ബോറോൺ ഫാമിലിയിൽ ബോറോണിന്, സെക്കൻഡ് പീരീഡിൽ പെടുന്ന ബോറോണിന് ചില അനോമലസ് പ്രോപ്പർട്ടി ഉണ്ട്, കാർബണിന് ചില അനോമലസ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളത് പി ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട്. ഡയഗണൽ റിലേഷൻഷിപ്പ്. ലിഥിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന എലമെന്റാ, ബെറീലിയം എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ പെടുന്ന എലമെന്റാ. ശരിയല്ലേ? ലിഥിയം, ബെറീലിയം. ഇനി ബെറിലിയം കഴിഞ്ഞ് അടുത്ത് വരേണ്ടത് ബെറിലിയം കഴിഞ്ഞ് മഗ്നീഷ്യമാണ്. 13ാമത്തെ ഗ്രൂപ്പിലാണ് ബോറോൺ. ബോറോൺ കഴിഞ്ഞ് വരേണ്ടത് ബോറോൺ, അലൂമിനിയം. ശരിയല്ലേ? അപ്പൊ ലിഥിയം എന്ന് പറയുന്നത് തൊട്ടടുത്ത ഗ്രൂപ്പിലെ 2ാമത്തെ എലമെന്റായ മഗ്നീഷ്യവുമായിട്ട് ചില പ്രോപ്പർട്ടികളിൽ സിമിലാരിറ്റി ഉണ്ട്. അതുപോലെ ബെറീലിയത്തിന് അലൂമിനിയമായിട്ട് ചില പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ പെടുന്ന എലമെന്റിന് അടുത്ത ഗ്രൂപ്പിലെ അതിന്റെ ഡയഗണലായിട്ട് വരുന്ന എലമെന്റുമായിട്ട് ചില പ്രത്യേക പ്രോപ്പർട്ടികളിൽ സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മൾ ആ റിലേഷൻഷിപ്പിന് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിഥിയത്തിന്റെ പ്രോപ്പർട്ടിയും മഗ്നീഷ്യത്തിന്റെ പ്രോപ്പർട്ടിയിലും ചില സിമിലാരിറ്റീസ് ഉണ്ട്. ബെറിലിയത്തിന് അതേപോലെ അലുമിനിയത്തിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് ചില സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മൾ അതിനെ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. ഇനി മെറ്റാലിക് ക്യാരക്ടർ. ലെഫ്റ്റ് സൈഡിലുള്ളവർ മെറ്റലാണ്, റൈറ്റ് സൈഡിൽ നോൺ മെറ്റലാണ്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ പ്രോബബ്ലി എങ്ങനെയായിരിക്കും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ശരിയല്ലേ? താഴോട്ട് വരുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഒരു ഗ്രൂപ്പിൽ മെറ്റാലിക് ക്യാരക്ടർ താഴോട്ട് ഇൻക്രീസ് ചെയ്യും, പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് മെറ്റൽസാ. മെറ്റലുകൾ ഓക്സൈഡുകൾ സാധാരണ ബേസിക്കാ, നോൺ മെറ്റലുകളുടെ ഓക്സൈഡുകൾ സാധാരണ അസിഡിക്കാ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ബേസിക് ക്യാരക്ടർ കുറഞ്ഞ് അസിഡിക് നേച്ചറിൽ
നേച്ചറിലേക്ക് വരും. ഇതേപോലെ തന്നെ താഴോട്ട് വരുന്നതിനനുസരിച്ച്, ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് ബേസിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കെമിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സമ്മറിയാണിത്. ഈ ഡയഗ്രാം നന്നായിട്ട് ഓർത്തിരിക്കണം. അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അറ്റോമിക് റേഡിയസ്, ഇവരെല്ലാം ഒരു പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് കാണിക്കാൻ ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രമാണിത്. ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പീരിയോഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ളത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൽ കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെ അല്ലെങ്കിൽ അയോണുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട് ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ബൈൻഡ്സ് അല്ലെങ്കിൽ ദാറ്റ് ഹോൾഡ്സ് ആറ്റംസ് ടുഗെദർ ഇൻ എ മോളിക്യൂൾ. വിവിധങ്ങളായ കെമിക്കൽ ബോണ്ടുകളുണ്ട്. അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. ഇനി അതിനേക്കാട്ടിലും ശക്തി കുറഞ്ഞ വാണ്ടർവാൾ ഫോഴ്സുകളുണ്ട്, ലണ്ടൻ ഫോഴ്സുകളുണ്ട്, ഡിബൈ ഫോഴ്സുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഫോഴ്സുകളുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇത്രയും കെമിക്കൽ ബോണ്ടാണ്, എക്സെപ്റ്റ് മെറ്റാലിക് ബോണ്ട്. അപ്പോൾ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് മെറ്റലുകളും നോൺ മെറ്റലുകളും അടുത്തടുത്ത് വരുമ്പോഴാണ്. സാധാരണ മെറ്റലിൻ്റെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, നോൺ മെറ്റൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ മൂലം ഉണ്ടാകുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. അപ്പോൾ അയോണിക് ബോണ്ടിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടറുകളാണ്. ഒന്ന് അയണൈസേഷൻ എനർജി, രണ്ട് ഇലക്ട്രോൺ അഫിനിറ്റി. അയണൈസേഷൻ എനർജി കുറവുള്ള മെറ്റലുകളും ഇലക്ട്രോൺ അഫിനിറ്റി കൂടിയ നോൺ മെറ്റലിനും ഇടയ്ക്കാണ് സാധാരണ ഏറ്റവും നന്നായി അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അയോണിക് ബോണ്ട് ഫോം ചെയ്യാനുള്ള കണ്ടീഷനാണ് ലെസ്സർ അയണൈസേഷൻ എനർജി ഓഫ് കാറ്റയോൺ. നോൺ മെറ്റൽ ആണെങ്കിൽ അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി വളരെ കൂടുതലായിരിക്കുന്നത്. പിന്നീട് നോക്കേണ്ടത് ലാറ്റിസ് എനർജിയാണ്. ഇപ്പോൾ ഒരു ഉണ്ടായ അയോണിക് കോമ്പൗണ്ട് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 4-5 അയോണിക് കോമ്പൗണ്ട് വന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ആർക്കാണ്? അപ്പോൾ സ്റ്റെബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ ലാറ്റിസ് എനർജി കൂടുതലായിട്ടുള്ളത് ഏത് അയോണിക് കോമ്പൗണ്ട് ആണോ അവരായിരിക്കും മോർ സ്റ്റേബിൾ. അപ്പോൾ അയോണിക് കോമ്പൗണ്ട് സ്റ്റേബിൾ ആകണമെങ്കിൽ അതിന് ലാറ്റിസ് എനർജി ഹൈ ആയിരിക്കണം. ലാറ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിക്കാണ് ലാറ്റിസ് എനർജി എന്ന് വിളിക്കുന്നത്. ലാറ്റിസ് എനർജി ഇസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് 1 mole ഓഫ് an അയോണിക് കോമ്പൗണ്ട്. ലാറ്റിസ് എനർജി കൂടിക്കഴിഞ്ഞാൽ അയോണിക് കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിരിക്കും, കുറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ലാറ്റിസ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്ന് അവരുടെ ചാർജ് ആണ്. ലാറ്റിസ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ബോത്ത് കാറ്റയോൺസ് ആൻഡ് ആനയോൺ. കാറ്റയോൺസിന്റെയും ആനയോണിന്റെയും സൈസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അയോണിക് കോമ്പൗണ്ട് ഉണ്ട്. അയോണിക് കോമ്പൗണ്ടുകളിൽ സാധാരണ അയോണിക് ബോണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കോവാലന്റ് കോമ്പൗണ്ടുകളിൽ കോവാലന്റ് ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളും 100% അയോണിക്കും അല്ല, 100% കോവാലന്റും അല്ല. അപ്പോൾ അയോണിക് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം അത് അയോണിക് കോമ്പൗണ്ട് ആണ്. കോവാലന്റ് ക്യാരക്ടർ ആണ് അവർക്ക് കൂടുതലെങ്കിൽ ദാറ്റ് വിൽ ബി കോവാലന്റ് കോമ്പൗണ്ട്. അപ്പോൾ ഒരു അയോണിക് കോമ്പൗണ്ടുകളിലെ മൈന്യൂട്ട് ആയിട്ടുള്ള കോവാലന്റ് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റൂളാണ് ഫജൻസ് റൂൾ എന്ന് വിളിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫജൻസ് റൂൾ. കോവാലന്റ് ക്യാരക്ടർ ഇൻ അയോണിക് കോമ്പൗണ്ട്. ഇറ്റ്സ് നോട്ട് അയോണിക് ക്യാരക്ടർ ഇൻ കോവാലന്റ് ബോണ്ട് അല്ല. കോവാലന്റ് കോമ്പൗണ്ടുകളിലുള്ള അയോണിക് ക്യാരക്ടറുകൾ അയോണിക് കോമ്പൗണ്ടുകളിലുള്ള കോവാലന്റ് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റൂളാണ് ഫജൻസ് റൂൾ. കോവാലന്റ് ക്യാരക്ടർ ഇൻ അയോണിക് കോമ്പൗണ്ട്. അപ്പോൾ ഒരു കാറ്റയോണിന്റെ അടുത്തേക്ക് ഒരു ആനിയോൺ വരുന്ന സമയത്ത് കാറ്റയോണിന്റെയും ആനയോണിന്റെയും ചാർജുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുകയും അവരുടെ ന്യൂക്ലിയസുകൾ തമ്മിൽ റിപ്പൽ ചെയ്യുകയും ചെയ്യും. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, റിപ്പൽഷൻ കുറവായതിനാൽ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അട്രാക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ കാറ്റയോണിന്റെ ആനയോണിന്റെ സൈസ് ഒന്ന് ഡീഫോം ചെയ്ത് കാറ്റയോണിന്റെ സൈഡിലേക്ക് വരുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കും. പോളറൈസേഷൻ കൂടുന്നതിനനുസരിച്ച് അവർക്ക് ഷെയറിംഗ് ടെൻഡൻസി കൂടും, അതായത് അവർക്ക് കോവാലന്റ് ക്യാരക്ടർ കൂടും. അപ്പോൾ പോളറൈസേഷൻ എന്താണ്? ആനയോണും കാറ്റയോണും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആനയോണിന്റെ വാലൻസ് ഷെൽ ഡീഫോം ചെയ്ത് കാറ്റയോണിന്റെ അടുത്തേക്ക് മാറുന്നു. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ആനയോണും കാറ്റയോണും തമ്മിലുള്ള അകലം കുറയും. അപ്പോൾ അവർക്കൊരു ഷെയറിംഗ് ടെൻഡൻസി കൂടും. അപ്പോൾ ആ ഷെയറിംഗ് ടെൻഡൻസി കൂടിക്കഴിഞ്ഞാൽ അവർക്ക് കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കോവാലന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പോളറൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഫജൻസിന്റെ റൂൾ ഇങ്ങനെയാണ്. സൈസ് ഓഫ് ആനയോൺ is directly proportional to polarization ആണ്. or you can say directly proportional to covalent character. അപ്പോൾ അത് കോവാലന്റ് ക്യാരക്ടറിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി സൈസ് ഓഫ് കാറ്റയോൺ is inversely proportional to covalent character.
സൈസ് ഓഫ് കാറ്റോണിന്റെ സൈസ് കൂടിയാൽ കോവാലന്റ് ക്യാരക്ടർ കുറയും. ഇനി ചാർജ് കൂടിക്കഴിഞ്ഞാൽ കോവാലന്റ് ക്യാരക്ടർ കൂടും. കാറ്റോണിന്റെ ചാർജ് കൂടിയാലും ആനോണിന്റെ ചാർജ് കൂടിയാലും പോളറൈസേഷനും കൂടും, കോവാലന്റ് ക്യാരക്ടറും കൂടും. അപ്പോൾ ഓർത്ത് വെച്ചേക്കേണ്ടത് കോവാലന്റ് ക്യാരക്ടർ കൂടുന്നത് എപ്പോഴായിരിക്കും? ആനോണിന്റെ സൈസ് കൂടുമ്പോഴോ അല്ലെങ്കിൽ കാറ്റോണിന്റെ സൈസ് കുറയുമ്പോഴോ അതല്ലെങ്കിൽ കാറ്റോണിന്റെയും ആനോണിന്റെയും ചാർജുകൾ കൂടുമ്പോഴാണ് പോളറൈസേഷൻ കൂടുകയും കോവാലന്റ് ക്യാരക്ടർ കൂടുകയും ചെയ്യുന്നത്. ഇത് സ്ഥിരമായി നീറ്റ് എക്സാമിനേഷൻ വരാറുണ്ട്. ഇനി കോവാലന്റ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ മ്യൂച്വലി ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുകളാണ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ കോവാലന്റ് ബോണ്ട്സ് ആർ കെമിക്കൽ ബോണ്ട് വിച്ച് ആർ ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ആറ്റംസ്. ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടാണ് ഇത് കോവാലന്റ് ബോണ്ട്. നമുക്കതിനെ മോളിക്കുലാർ ബോണ്ട് എന്നും വിളിക്കാം. അപ്പോൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന ശേഷവും ചില കോമ്പൗണ്ടുകൾക്ക് ഒക്ടറ്റ് ഫില്ല് ചെയ്യാറില്ല. അപ്പോൾ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഒക്ടറ്റ് ഫില്ല് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ആകാൻ വേണ്ടിയാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. ഈവൻ ആഫ്റ്റർ മേക്കിംഗ് ബോണ്ട് വിത്ത് സം അതർ ആറ്റം, മറ്റൊരു ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ആർ സർട്ടൻ മോളിക്യൂൾ വിച്ച് ഡസ് നോട്ട് ഒബേ ഒക്ടറ്റ് റൂൾ. അങ്ങനെയുള്ള മോളിക്യൂളുകളെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്തവരാരൊക്കെയെന്നൊക്കെ. അപ്പോൾ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ് ഒന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ. ബോണ്ടിങ്ങിന് ശേഷവും സെൻട്രൽ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസിൽ കുറവ് വരുന്ന സ്പീഷീസുകളാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ്. അങ്ങനെയുള്ള മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് BF3. ബോറോണിന്റെ ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. 3 ഫ്ലൂറിനായിട്ട് ബോണ്ട് ചെയ്ത് കഴിയുമ്പോഴും 3 കൂടെ കിട്ടി 6 വരുന്നുള്ളൂ. അതായത് 2 ഇലക്ട്രോണിന്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇലക്ട്രോണിന്റെ എണ്ണം കുറവാകുന്ന സ്പീഷീസുകളെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് എന്ന് വിളിക്കും. അതുപോലെ BeF2, AlCl3 ഇവരെല്ലാം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂളാണ്. ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത മോളിക്യൂൾസ് ആണ്. ഇനി ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത മറ്റൊരു ടൈപ്പ് മോളിക്യൂളാണ് ഇലക്ട്രോൺ റിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോൺ എഫിഷ്യന്റ്, സൂപ്പർ ഒക്ടറ്റ്, എക്സ്പാൻഡഡ് ഒക്ടറ്റ്, ഹൈപ്പർ ഒക്ടറ്റ്, അങ്ങനെ എല്ലാം പേരുകളിൽ വിളിക്കും. ഒരുപാട് പേരുണ്ട് അവർക്ക്. അതായത് ചില കോമ്പൗണ്ടുകൾക്ക് ബോണ്ടിങ്ങിന് ശേഷം സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് വരും. അപ്പം അങ്ങനെയുള്ള എലമെന്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ കയ്യിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കണം, ഡി ഓർബിറ്റൽ. സാധാരണയായിട്ട് തേർഡ് പീരീഡോ അല്ലെങ്കിൽ തേർഡ് പീരീഡിൽ കൂടുതലോ മുന്നോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ശേഷം 4th or 5th പീരീഡിലൊക്കെ വരുന്ന 3rd, 4th, 5th ഇങ്ങനെയുള്ള പീരീഡിൽ പെടുന്ന എലമെന്റിന് കയ്യിലും വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ വേക്കൻ്റ് ഡി ഓർബിറ്റൽസ് ഉള്ള എലമെന്റുകൾ, സെൻട്രൽ ആറ്റം ഉള്ള എലമെന്റുകളാണ് സാധാരണയായിട്ട് ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ഫോം ചെയ്യാറുള്ളത്. PCl5 ഫോസ്ഫറസിന്റെ കയ്യിൽ 5 ഇലക്ട്രോണേ ഉള്ളൂ. 5 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 കൂടെ കിട്ടി 10 ആയി. അപ്പൊ ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് 8 കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 2 ഇലക്ട്രോൺസ് അവരുടെ ഡി ഓർബിറ്റൽസിലാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. SF6 12 ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ട്. IF7 7 14 ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ സിനോണിന്റെ എല്ലാ കോമ്പൗണ്ടുകളും ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ടുകളാണ്. അപ്പൊ ഇവരെല്ലാം ഒക്ടറ്റ് റൂൾ വയലേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ്. പിന്നുള്ളത് ഓഡ് ഇലക്ട്രോൺ കോമ്പൗണ്ട്സ്, NO, NO2 പോലെ. അതായത് അതിൽ ഏതെങ്കിലും ഒരു ആറ്റം NOയും NO2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലെ നൈട്രജന്റെ ഔട്ടർ ഷെല്ലിൽ 7 വരുന്നുള്ളൂ ബോണ്ടിങ്ങിന് ശേഷം. അതായത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസുകളാണ് നമ്മൾ ഓഡ് ഇലക്ട്രോൺസ് എന്നുള്ള കാറ്റഗറിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത 3 ടൈപ്പ് സ്പീഷീസ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ്, 8ൽ കുറവ് ഇലക്ട്രോൺസ് സെൻട്രൽ ആറ്റത്തിൽ ഉള്ളവർ. 2 8ൽ കൂടുതലുള്ളത് ഇലക്ട്രോൺ റിച്ച്. 3 ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. ഈ 3 പേരുടെയും സ്ട്രക്ചർ പേരും ഓർത്തിരിക്കുക. ഇനി ഇവിടെ പഠിക്കേണ്ടത് കോവാലന്റ് ബോണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ഫോർമൽ ചാർജ് എന്താണെന്നാണ്. ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ആസ് സച്ച് ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓസോൺ O3 ആണ്. O3 എന്ന് പറയുന്ന മോളിക്യൂൾ ആസ് സച്ച് എടുത്തു നോക്കി കഴിയുമ്പോഴേക്കും അതിലെ ഓരോ ആറ്റങ്ങൾ മൊത്തം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ആസ് എ ഹോൾ O3 ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇൻഡിവിജ്വലി ഓരോ ഓക്സിജൻ ആറ്റത്തിനും ചാർജ് 0 ആണെന്ന് അർത്ഥമില്ല. എല്ലായ്പ്പോഴും അങ്ങനെ വരണമെന്നുമില്ല. നമ്മൾ ഓക്സിജൻ വളരെ കെയർഫുൾ ആയിട്ട് ഓസോൺ മോളിക്യൂളിലെ ഓരോ ഓക്സിജൻ ആറ്റത്തിന്റെയും ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ 1, 2, 3 എന്നാണ് ഓക്സിജൻ ആറ്റത്തിന്റെ നമ്പർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓക്സിജൻ ആറ്റത്തിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ടാമത്തെ ഓക്സിജൻ ആറ്റത്തിന്റെ ചാർജ് +1 ആയിരിക്കും. മൂന്നാമത്തത് -1 ആയിരിക്കും. ഈ 3 എണ്ണം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഓൾ ടുഗെദർ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ O3 എന്ന് പറയുന്ന മോളിക്യൂൾ ആസ് എ ഹോൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. That doesn't mean that individually each oxygen atom is 0 charged ആണെന്ന്. അതിനർത്ഥമില്ല. അപ്പോൾ ഒരു മോളിക്യൂളിലെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ആറ്റവും പൊസസ് ചെയ്യുന്ന ചാർജിനെയാണ് അതാതിൻ്റെ ഫോർമൽ ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് NCERT ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോർമൽ ചാർജ് ഈക്വൽസ് ടു V മൈനസ് L മൈനസ് ഹാഫ് S അല്ലെങ്കിൽ S/2. V എന്ന് പറഞ്ഞാൽ സെൻട്രൽ, നമ്മൾ ഏത് ആറ്റത്തിൻ്റെയാണോ ഫോർമൽ ചാർജ് കണ്ടെത്താൻ പോകുന്നത് ആ ആറ്റത്തിൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള ഫ്രീ സ്റ്റേറ്റിലിരിക്കുന്ന സമയത്തുള്ള വാലൻസ് ഇലക്ട്രോൺസ് ആണ്. L എന്ന് പറയുന്നത് ബോണ്ടിങ്ങിന് ശേഷം ആ ആറ്റത്തിന് ചുറ്റുമുള്ള നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ എണ്ണം. ലോൺ പെയർ അല്ല, പെയർ ആയിട്ട് എടുക്കരുത്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. ഇനി S എന്ന് പറഞ്ഞാൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എത്രയാണോ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നത് അതാണ് അതിന്റെ ഫോർമൽ ചാർജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഓസോൺ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ 1, 2, 3 നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യത്തെ നീറ്റ് ക്വസ്റ്റൻ ആയിരുന്നു. സെൻട്രൽ ഓക്സിജൻ ആറ്റം ഓസോണിന്റെ ഫോർമൽ ചാർജ് എത്രയായിരുന്നു? ദാറ്റ് വിൽ ബി +1 ആയിരുന്നു ഓക്സിജൻ ഓസോണിന്റെ ഫോർമൽ ചാർജ്. ഇനി ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണ്? കോവാലന്റ് കോമ്പൗണ്ടിലെ ഓരോ മോളിക്യൂളിന്റെയും ഷേപ്പ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ജോമെട്രി എന്താണ്, എത്ര ലോൺ പെയർ ഉണ്ട്, എത്ര ബോണ്ട് പെയർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിയറിയാണ് വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ പൾഷൻ തിയറി. നമ്മൾ അതിനെ VSEPR തിയറി എന്ന് വിളിക്കും. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഈ തിയറി അനുസരിച്ച് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി ഡിസൈഡ് ചെയ്യുന്നത് അതിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയറുകളാണ്. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും സാധാരണ 2 ടൈപ്പ് ഇലക്ട്രോൺ പെയറുകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, നമ്മൾ അവരെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. അല്ല എങ്കിൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോൺസ് ഉണ്ട്, നമുക്കതിനെ ലോൺ പെയർ എന്ന് വിളിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ബോണ്ട് പെയറുകളാണ് അല്ലെങ്കിൽ ലോൺ പെയർ. അപ്പോൾ there are 2 type of electron pairs. One is bond pair and the second is lone pair. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് ലോൺ പെയർ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബോണ്ട് പെയർ ആയിരിക്കും. ഇനി ഈ പെയർ ഓഫ് ഇലക്ട്രോൺസുകൾ തമ്മിൽ, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ് എന്നറിയാം. അപ്പോൾ ഈ ഇലക്ട്രോൺസുകൾ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ വെറുതെ ഇരിക്കുന്ന ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷന് പവർ കൂടുതലായിരിക്കും ലോൺ പെയർ ബോണ്ട് പെയറിനെക്കാട്ടിലും, വിച്ച് ഇസ് മോർ പവർഫുൾ ദാൻ ബോണ്ട് പെയർ. അപ്പോൾ ഈ റിപ്പൾഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ആറ്റത്തിന് ചുറ്റും എങ്ങനെയാണ്, ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എങ്ങനെയാണ് മറ്റാറ്റം ഇരിക്കുന്നത്, അതിനെയാണ് നമ്മൾ അതിൻ്റെ ഷേപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഷേപ്പ് എന്താണെന്ന്. അപ്പോൾ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷനെല്ലാം കഴിഞ്ഞ് റിപ്പൾഷൻ ഏറ്റവും കുറവെങ്കിൽ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണോ കിട്ടുന്നത് അതാണ് അതിൻ്റെ ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾക്ക് അറിയണം. ലോൺ പെയറിൻ്റെ എണ്ണവും ബോണ്ട് പെയറിൻ്റെ എണ്ണവും തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ടേബിളാണിത്. അപ്പോൾ ബോണ്ട് പെയർ 2, ലോൺ പെയർ 0 ആണെങ്കിൽ ജോമെട്രി ലീനിയറാണ്. ജോമെട്രി ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഈ ലോൺ പെയറും ബോണ്ട് പെയറും കൂട്ടി നോക്കിയാൽ മതി. 2ഉം 0ഉം കൂട്ടിയാൽ 2 ആണെങ്കിൽ ജോമെട്രി എന്നതാ ലീനിയറാണ്. 2ഉം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ജോമെട്രി ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോൺ പെയറിൻ്റെയും ബോണ്ട് പെയറിൻ്റെയും കൂടെ സം എടുത്താൽ മതി. അതായത് കൃത്യമായി നമുക്കറിയേണ്ട ഇത്ര ബോണ്ട് പെയർ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ലോൺ പെയർ ഉണ്ട് എന്ന് സെപ്പറേറ്റ് ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസിൻ്റെ ആവശ്യമുള്ളൂ. ഇലക്ട്രോൺ പെയർസ് 2 ആണെങ്കിൽ ലീനിയർ, 3 ആണെങ്കിൽ ട്രൈഗണൽ പ്ലേനാർ, 4 ആണെങ്കിൽ അത് ടെട്രാഹിഡ്രൽ ആയിരിക്കും, 5 ആണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡ് ആണ്, 6 ആണെങ്കിൽ ഒക്ടാഹിഡ്രൽ, 7 ആണെങ്കിൽ പെന്റഗണൽ ബൈപിരമിഡ്. അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ജോമെട്രി ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ബോണ്ട് പെയറും ലോൺ പെയറുടെ കൂട്ടി നോക്കുക, ആ സം എത്രയോ അതിനനുസരിച്ച് എഴുതുക. എന്നാൽ ഷേപ്പ് അങ്ങനെയല്ല. ലോൺ പെയറും ബോണ്ട് പെയറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറിയണം. ആ ഇൻട്രാക്ഷൻസ് എല്ലാം നോക്കി, അവരുടെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻസ് എല്ലാം നോക്കി ഏറ്റവും കുറവ് റിപ്പൾഷൻ ഏത് രീതിയിൽ ഇരിക്കുമ്പോഴേ, ഏത് അറേഞ്ച്മെന്റിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് കിട്ടുന്നതെന്ന് നോക്കണം. ആ അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് വേണം അവരുടെ ഷേപ്പ് ഡിസൈഡ് ചെയ്യാൻ. അതിന് നിർബന്ധമായിട്ട് ടേബിൾ അറിയണം. അപ്പോൾ 2ഉം 1ഉം വന്നു. അപ്പോൾ 2ഉം 1ഉം കൂട്ടിയാൽ 3 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ട്രൈഗണൽ പ്ലാനാർ ആണ്, പക്ഷേ ഷേപ്പ് ബെൻഡ് ആയിരിക്കും. കാരണം ബെൻഡ് ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് റിപ്പൾഷൻ്റെ തോത് ഏറ്റവും കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഇതുപോലെ 2 ആണെങ്കിൽ ബെൻഡ്, ടെട്രാഹിഡ്രലാണ് ജോമെട്രി. 2 3 ആണെങ്കിൽ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ബോണ്ട് പെയറും 3 ലോൺ പെയറും ആണെങ്കിൽ ഷേപ്പ് ലീനിയർ ആയിരിക്കും. അതുപോലെ ആ ടേബിൾ ഓർത്തിരിക്കുക. 3 0 3 2 എന്താണ്, അതുപോലെ തന്നെ 4 0 4 1 4 2 5 0 5 1 5 2 6 0 6 1 7 0. ഈ ഒരു രീതിയിൽ ബോണ്ട് പെയറിൻ്റെയും ലോൺ പെയറിൻ്റെയും എണ്ണം അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അവരുടെ ഷേപ്പ് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പം CH4 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഷേപ്പ് അറിയണം. അപ്പോൾ CH4 മോളിക്യൂൾ എടുത്തു. സെൻട്രൽ ആറ്റം കാർബൺ ആണ്. കാർബണിൻ്റെ കയ്യിൽ വാലൻസ് ഇലക്ട്രോൺസ് 4 ഉണ്ട്. സറൗണ്ടിങ് ആറ്റം ഹൈഡ്രജനാണ്. അപ്പോൾ ഈച്ച് ഹൈഡ്രജൻ റിക്വയർ 1 more ഇലക്ട്രോൺസ് ടു കംപ്ലീറ്റ് ഇറ്റ് ഡബ്ലറ്റ്. അപ്പോൾ
കയ്യിലുള്ള ഒരു ഇലക്ട്രോണും ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും കൂടെ തമ്മിൽ മ്യൂച്വലി ഷെയർ ചെയ്യും. അങ്ങനെ മ്യൂച്വലി ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും കാർബണിന് ചുറ്റും 4 ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ബോണ്ടിങ് എല്ലാം നടന്നു. ബോണ്ടിങ്ങിന് ശേഷം സെൻട്രൽ ആറ്റമായ കാർബണിന് ചുറ്റും 4 ബോണ്ട് പെയർ ഉണ്ട്, 0 ലോൺ പെയർ ആണ്. അപ്പോൾ ബോണ്ട് പെയർ 4ഉം ലോൺ പെയർ 0യുമാണ് എങ്കിൽ ജോമെട്രി 4 0 4, അതായത് ടെട്രാഹിഡലാണ്. ഷേപ്പും ടെട്രാഹിഡലാണ്, ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ ജോമെട്രിയും ഷേപ്പും ഒരേപോലെ വരുന്ന മോളിക്യൂളുകളെ നമ്മൾ റെഗുലർ ജോമെട്രിക് മോളിക്യൂൾ എന്ന് വിളിക്കും. കാരണം അങ്ങനെയുള്ള മോളിക്യൂളുകൾക്ക് സാധാരണഗതിയിൽ ഡൈപോൾ മൊമെന്റ് 0 ആണ്, എക്സെപ്റ്റ് സറൗണ്ടിങ് ആറ്റം ഡിഫറൻ്റ് ആയിട്ട് വരുന്നവർക്ക്. അപ്പോൾ ഇതുപോലെ ജോമെട്രിയും ഷേപ്പും കണ്ടുപിടിക്കാനായിട്ട് അറിയണം. ഒരു ഇയറിലെ ക്വസ്റ്റൻ ആയിരുന്നു. SF4, XCF4 ഇതെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഇപ്പോൾ വാലൻസ് VSEPR തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2-3 ചോദ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ചാപ്റ്ററിലെ VSEPR തിയറി. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തൊരു ചോദ്യമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ് ഓഫ് പ്രസന്റ് ഇൻ ClF3, ക്ലോറോൺ ട്രൈഫ്ലൂറൈഡ്, വളരെ ഫേമസ് ആയ ഒരു മോളിക്യൂളും കൂടിയാണ് ClF3. അപ്പോൾ ClF3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്തിട്ടുണ്ട് എങ്കിൽ സെൻട്രൽ ആറ്റം ക്ലോറിനും സറൗണ്ടിങ് ആറ്റംസ് 3 ഫ്ലൂറിൻ ആറ്റവുമാണ്. അപ്പോൾ സെൻട്രൽ ആറ്റമായ ക്ലോറിൻ്റെ ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7. അപ്പോൾ സെൻട്രൽ ആറ്റമായ ക്ലോറിൻ്റെ ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 7 ഇലക്ട്രോൺസിൽ 3 എണ്ണം 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്തു. അപ്പോൾ 3 എണ്ണം 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്തു. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഇവിടെ ഇരിക്കുകയാണ്. അതായത് 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഷേപ്പ് T ആണെന്ന് വിളിക്കാം. ചോദ്യം അതല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എത്ര ലോൺ പെയർ ഉണ്ട്? ഫ്ലൂറിൻ്റെ കയ്യിൽ ഓൾറെഡി ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്തത്. അപ്പം ഓരോ ഫ്ലൂറിൻ്റെ കയ്യിലും 3 പെയർ ഓഫ് ലോൺ പെയർ ഉണ്ട്. അപ്പം 3 ലോൺ പെയർ വീതം ഉണ്ട്. അപ്പോൾ ഈച്ച് ഫ്ലൂറിൻ ആറ്റം ദർ മേ ഹാവ് 3 ലോൺ പെയർ. അപ്പോൾ 3 ലോൺ പെയർ. അപ്പോൾ ഫ്ലൂറിൻ്റെ കയ്യിൽ 3 × 2 6 ഇലക്ട്രോൺസ് ഓരോ ഫ്ലൂറിൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ അതുപോലെ 3 ഫ്ലൂറിൻ ആകുമ്പോഴേക്കും 18 ഇലക്ട്രോൺസ് വരും. അപ്പോൾ 3 ഫ്ലൂറിൻ ആറ്റം ഓൾ ടുഗെദർ 18 ഇലക്ട്രോൺസ്. ഇനിയോ എത്ര പെയറുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെയറിൻ്റെ എണ്ണം മാത്രം ചോദിച്ചാൽ മതി, ഇലക്ട്രോണിൻ്റെ എണ്ണം ചോദിച്ചിട്ടില്ല. എത്ര പെയർസ് ഉണ്ട്? അപ്പോൾ ഓരോ ഫ്ലൂറിൻ്റെ കയ്യിലും 3 പെയർസ് ഉണ്ട്. അപ്പോൾ 3 6 9 പെയറായി. ഇപ്പോൾ ഫ്ലൂറിൻ്റെ കയ്യിൽ 3 ഫ്ലൂറിൻ ആകുമ്പോഴേക്കും 3 × 2 9, 3 × 3 9 പെയർസായി. 3 ഫ്ലൂറിൻ ആറ്റം. ഇനി സെൻട്രൽ ആറ്റം ക്ലോറിൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, 2 ലോൺ പെയർസ് ഉണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? ലോൺ പെയർ ഉണ്ട് 11 ലോൺ പെയർസ് ഉണ്ട് അവിടെ. ആൻസർ ഓപ്ഷൻ 1 കൊടുക്കാം. 11 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ClF3. ഷേപ്പ് T ആണ്. ഇനി വിച്ച് മോളിക്യൂൾ ഡസ് നോട്ട് ഹാവ് ടെട്രാഹിഡ്രൽ ജോമെട്രി? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടെട്രാഹിഡ്രൽ ജോമെട്രി ഇല്ലാത്തത് ആർക്കെന്ന്? CH4 സെൻട്രൽ ആറ്റം കാർബൺ ആണ്. കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. 4 എണ്ണവും ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തു. 4 ബോണ്ട് പെയർ, 0 ലോൺ പെയർ, ഷേപ്പ് ടെട്രാഹിഡ്രൽ, ജോമെട്രി ടെട്രാഹിഡ്രൽ. NH4+, നൈട്രജന്റെ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. പ്ലസ് ആയതുകൊണ്ട് 1 ഇലക്ട്രോൺ പോയി, 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 4 എണ്ണവും ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തു. ഹിയർ ഓൾസോ 4 ബോണ്ട് പെയർ, 0 ലോൺ പെയർ, ടെട്രാഹിഡ്രൽ. അടുത്തത് PCl5, ഫോസ്ഫറസിന്റെ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 5 എണ്ണവും ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്തു. സോ 5 ബോണ്ട് പെയർ, 0 ലോൺ പെയർ, ഷേപ്പ് ഇസ് ട്രൈഗണൽ ബൈപിരമിഡ്. ഇറ്റ് ഇസ് ട്രൈഗണൽ ബൈപിരമിഡ് ആണ് അതിന്റെ ഷേപ്പ്. CCl4ലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഓൾ ദീസ് 4 ഇലക്ട്രോൺസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് 4 covalent bond with 4 chlorine atom. So 4 bond pair, 0 lone pair. Shape will be tetrahedral. Tetrahedral ആണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ടെട്രാഹിഡൽ ജോമെട്രി ഇല്ലാത്തത് ആർക്ക് മാത്രമായിരിക്കും? PCl5ന് മാത്രമായിരിക്കും. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയുടെ മറ്റൊരു ചോദ്യമാണിത്. VSEPR തിയറിയുടെ ഒരെണ്ണം കൂടെ.
ദ പെയർ ഓഫ് സ്പീഷീസ് വിച്ച് ആർ ഐസോസ്ട്രക്ചറൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ സ്ട്രക്ചർ വരുന്നവരാരൊക്കെയാണെന്ന്. ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ CCl4 ഷേപ്പ് എടുത്ത് കഴിയുമ്പോഴേക്കും അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ടെട്രാഹൈഡ്രലാണ്. XCF4 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ സ്ക്വയർ പ്ലെയിനാർ ആണ്. അപ്പോൾ ഇതല്ല, ഐസോസ്ട്രക്ചറൽ അല്ല. രണ്ടാമത്തത് NH3 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ പിരമിഡൽ ആണ്. BF3 is trigonal planar, so it is not isostructural. I3+, I2+ എന്ന് കൊടുക്കാം. 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ ബെൻഡ് വരും. C2H2 ഇറ്റ്സ് ലീനിയർ, ഈഥൈൻ ലീനിയർ ആണ്. സോ അത് ഐസോസ്ട്രക്ചറൽ അല്ല. NO3- സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. ഔട്ടർ ഷെല്ലിൽ 5 ഉണ്ടായിരുന്നു, മൈനസ് കൂടി ചേർത്ത് 6 ആക്കി. ഓരോ ഓക്സിജനും ഡബിൾ ബോണ്ട് വഴി കണക്ട് ചെയ്തു, അല്ലെങ്കിൽ 3 ബോണ്ട് പെയർ ആണ്, ലീനിയർ. അത് ട്രൈഗണൽ പ്ലാനാർ ആണ്. SO3 ട്രൈഗണൽ പ്ലാനാർ ആണ്. ബോത്ത് ആർ ട്രൈഗണൽ പ്ലാനാർ. രണ്ടുപേരും ട്രൈഗണൽ പ്ലാനാർ, ഐസോസ്ട്രക്ചറൽ നാലാമത്താണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ VSEPR തിയറിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. ഡൈപോൾ മൊമെന്റിലേക്ക് വരികയാണ് എങ്കിൽ, ഡൈപോൾ മൊമെന്റ് അതായത് കോവാലന്റ് കോമ്പൗണ്ട് തന്നെ പല രീതികളിലുണ്ട്. കോവാലന്റ് ബോണ്ടിൻ്റെ അകത്ത് ബോണ്ട് ചെയ്തിരിക്കുന്ന 2 ആറ്റങ്ങളും തമ്മിൽ റിമാർക്കബിൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അതിൽ മോർ ഇലക്ട്രോ നെഗറ്റീവായ ആറ്റം ആ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അതിനടുത്തേക്ക് ഡ്രാഗ് ചെയ്യും. HF മോളിക്യൂൾ പോലത്തെ മോളിക്യൂൾ ആണെങ്കിൽ Hനും Fനും ഇടയ്ക്കുള്ള ഇലക്ട്രോണിനെ ഫ്ലൂറിന് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യും. അപ്പോൾ ഫ്ലൂറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ചാർജ് സെപ്പറേഷനുള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂളുകളെ നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കും. ആ ബോണ്ടുകൾ പോളാർ ബോണ്ടാണ്. HF ഒരു പോളാർ മോളിക്യൂളാണ്. ഈ പോളാർ മോളിക്യൂൾസിന്റെ പൊളാരിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഇസ് എ പാരാമീറ്റർ യൂസ് ടു എക്സ്പ്രസ് ദി പൊളാരിറ്റി ഇൻ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ്. അപ്പോൾ പൊളാരിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് mu ഈക്വൽസ് ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. നമുക്ക് വേണമെങ്കിൽ അതിനെ ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കാം. ചാർജിന്റെയും ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിന് ഡയറക്ഷനും ഉണ്ട്. സദിശം അദിശ അളവുകൾ എന്നൊക്കെ മലയാളത്തിലൊക്കെ പറയും. അപ്പം മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനും ഉണ്ട്. കാരണം ഇലക്ട്രോണിന് എങ്ങോട്ടേക്കാണ് വലിച്ചുകൊണ്ട് പോകുന്നത്, അപ്പോൾ അതിനൊരു ഡയറക്ഷനും കൂടി ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ യൂണിറ്റ് ഡിബൈ ആണ്. ഇറ്റ്സ് നോട്ട് SI യൂണിറ്റ് അല്ല, ഇതിന്റെ യൂണിറ്റ് ഡിബൈ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി എല്ലാ കോമ്പൗണ്ടുകൾക്കും ഡൈപോൾ മൊമെന്റ് ഉണ്ടാകില്ല. ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ എല്ലാം ഡൈപോൾ മൊമെന്റ് mu0 N2 H2 Cl2 അവരുടെ 0. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല ആറ്റങ്ങൾ തമ്മിൽ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഇങ്ങോട്ടോ വലിച്ചുകൊണ്ട് പോകത്തുള്ളൂ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ലാത്ത പക്ഷം അവിടെ ഡൈപോൾ മൊമെന്റ് ഇല്ല. അതായത് മോളിക്യൂൾ നോൺ പോളാർ ആയിരിക്കും. ഇനി ഡൈപോൾ മൊമെന്റ് റെഗുലർ ജോമെട്രി ഉള്ള മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം? സറൗണ്ടിങ് ആറ്റം ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. സറൗണ്ടിങ് ആറ്റം ഡിഫറൻറ്റ്. സറൗണ്ടിങ് ആറ്റംസ് എല്ലാം സെയിം ആണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ CH3Cl പോലത്തെ എലമെന്റുകളാണ് എങ്കിൽ കാർബണിന് ചുറ്റും 3 ഹൈഡ്രജനും 1 ക്ലോറിനും. അപ്പോൾ അവിടെ ഡൈപോൾ മൊമെന്റ് 0 ഒന്നുമല്ല. അതിന് റിമാർക്കബിൾ ഡൈപോൾ മൊമെന്റ് ചെറിയൊരു അളവുണ്ട്. ഇനി ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ അടുത്ത് ഓർത്തിരിക്കേണ്ടത് സെൻട്രൽ ആറ്റത്തിന്റെ ലോൺ പെയറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെന്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഡൈപോൾ മൊമെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെൻട്രൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം. ഇത്രയും പോയിന്റ് ഡൈപോൾ മൊമെന്റുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇനി ഇതൊരു ചോദ്യമാണ്. കാർബൺ ക്ലോറിൻ ബോണ്ട് ഇൻ CCl4. അപ്പോൾ CCl4ലെ കാർബണിനും ക്ലോറിനും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് റിമാർക്കബിൾ ആണ്. അപ്പോൾ കാർബണിന്റെ ഇലക്ട്രോണും ക്ലോറിന്റെ ഇലക്ട്രോണും തമ്മിൽ കോവാലന്റ് ബോണ്ട് വഴി ഷെയർ ചെയ്യുമ്പോഴാണ് അവിടെ CCl ബോണ്ട് 4 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കാർബണിനെക്കാട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ക്ലോറിന്. അപ്പോൾ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. എല്ലാ 4 ബോണ്ടുകളിലും അങ്ങനെ തന്നെ. ഇപ്പോൾ കാർബൺ ക്ലോറിൻ ബോണ്ട് എന്ന് പറയുന്നത് അത് പോളാറാണ്, നോൺ പോളാർ അല്ല, പോളാറാണ്. പക്ഷേ മുകളിലോട്ടുള്ള കാർബൺ ക്ലോറിൻ ബോണ്ടിന്റെ ബോണ്ട് വെക്ടറിനെ താഴോട്ടുള്ളതിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്ത് ചെയ്യപ്പെട്ടു പോവുകയാണ്? ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ നെറ്റ് ഇഫക്റ്റ് നോക്കിക്കഴിയുമ്പം ഡൈപോൾ മൊമെന്റ് mu0 ആയിരിക്കും. അതിനർത്ഥം ഇൻഡിവിജ്വലായി ഓരോ ബോണ്ടിനും ഡൈപോൾ മൊമെന്റ് ഇല്ല എന്നല്ല. ഓരോ കാർബൺ ക്ലോറിൻ ബോണ്ടിനും ഒരു ഡൈപോൾ വെക്ടർ ഉണ്ട്. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളതിനാൽ. എന്നാൽ ആസ് എ ഹോൾ എടുത്ത് നോക്കിക്കഴിയുമ്പോഴേക്കും ഇലക്ട്രോൺ ഡൈപോൾ മൊമെന്റ് വെക്ടർ മ്യൂച്വലി ക്യാൻസൽ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ ആയതിനാൽ നെറ്റ് ഇഫക്റ്റ് അവിടെ 0 ആയിരിക്കും.
അപ്പോൾ സ്റ്റേറ്റ് അസേർഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. CCl bond in CCl4 molecule is it's polar, it's non-polar. Non-polar അല്ല, polar ആണ്. Molecule is polar. Molecule പക്ഷെ non-polar ആണ്. ആണ് നെറ്റ് ഇഫക്റ്റ് 0 ആണ്. റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് ഇൻ 4CCl4 in CCl bond in CCl4 is non-zero. അത് തെറ്റാണ്. mu equal to 0 വരത്തുള്ളൂ റിസൾട്ടന്റ്. അതായത് അസേർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. ബോത്ത് A and R are false. അസേർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. അപ്പോൾ രണ്ടും തെറ്റാണെന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. അടുത്തത് വാലൻസ് ബോണ്ട് തിയറിയിലേക്ക് പോവുകയാണെങ്കിൽ, വാലൻസ് ബോണ്ട് തിയറി ഓവർലാപ്പിങ്ങിനെ, കോവാലന്റ് ബോണ്ടിങ്ങിനെ കുറച്ചും കൂടെ ഒരു ഓവർലാപ്പ് രീതിയിലേക്ക് എത്തിക്കുന്ന തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റലുകൾ ഓപ്പോസിറ്റ് സ്പിന്നുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ്. രണ്ട് ടൈപ്പ് ഓവർലാപ്പിംഗ് ഉണ്ട്. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഉണ്ട്, ലാറ്ററൽ ഓവർലാപ്പിംഗ് ഉണ്ട്. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് എപ്പോഴും സിഗ്മ ബോണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ലാറ്ററൽ ഓവർലാപ്പിംഗ് എപ്പോഴും പൈ ബോണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഇനി എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് തന്നെ 3 എണ്ണം ഉണ്ട്. SS ഓവർലാപ്പിംഗ് ഹൈഡ്രജൻ പോലുള്ളവരുടെ, SP ഓവർലാപ്പിംഗ് ഹൈഡ്രജൻ ഹാലൈഡുകളുടെ, ഇനി PP ഓവർലാപ്പിംഗ് ക്ലോറിൻ പോലത്തെ. ഇതെല്ലാം എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്. സൈഡ് വൈസ് ഓവർലാപ്പിംഗിന് എക്സാമ്പിൾ ആണ് 2 p ഓർബിറ്റൽ പാരലായിട്ട് വരുന്ന സമയത്ത് ഓൾറെഡി സിഗ്മ ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം മാത്രമേ പൈ ബോണ്ട് ഫോം ചെയ്യാറുള്ളൂ, എക്സെപ്റ്റ് C2 മോളിക്യൂൾ. ബാക്കി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. ഇനി ഓവർലാപ്പിംഗിൻ്റെ ഏരിയ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുന്നതിനനുസരിച്ച് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് കൂടും. ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ഓർ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് കോവാലന്റ് ബോണ്ട്. ഇനി സിഗ്മ ബോണ്ട് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും പൈ ബോണ്ടിനെ കാട്ടിലും. കാരണം സിഗ്മ ബോണ്ട് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വഴിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അവർക്ക് ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ അവർ മോർ സ്റ്റേബിൾ ആയിരിക്കും. പൈ ബോണ്ട് എന്ന് പറയുന്നത് ലാറ്ററൽ ഓവർലാപ്പിംഗ് വഴി ഫോം ചെയ്തിരിക്കുന്നതിനാൽ, അതായത് ജസ്റ്റ് ഒന്ന് ഒരഞ്ഞ് ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ, അപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ എ പൈ ബോണ്ട്. എന്നാൽ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും എടുത്താൽ ഡബിൾ ബോണ്ടാണ് സ്ട്രോങ്. കാരണം ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഉണ്ട്. സിംഗിൾ ബോണ്ടിൽ ആകെപ്പാടെ ഒരു സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. എല്ലാ സിംഗിൾ ബോണ്ടുകളും സിഗ്മ ബോണ്ടാണ്. മൾട്ടിപ്പിൾ ബോണ്ടുകളിൽ ഒന്ന് സിഗ്മയും ബാക്കിയുള്ളത് പൈയും, എക്സെപ്റ്റ് C2 മോളിക്യൂൾ. C2 മോളിക്യൂളിലെ C ഡബിൾ ബോണ്ട് സിയിലെ 2 ബോണ്ടുകളും പൈ ബോണ്ടാണ്. അത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. പൈ ബോണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ഫോം ചെയ്യാറില്ല. സിഗ്മ ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം മാത്രമേ പൈ ബോണ്ട് അവർക്കിടയിൽ ഫോം ചെയ്യാറുള്ളൂ. സിഗ്മ ബോണ്ട് ഇസ് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ എ പൈ ബോണ്ട്. ഇത്രയുമാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ബോണ്ട് പാരാമീറ്ററിലേക്ക് വരികയാണെങ്കിൽ, ബോണ്ട് ലെങ്ത്, 2 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിരിക്കുന്ന 2 ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ആറ്റങ്ങളുടെ സൈസിന് അത് പ്രപ്പോർഷണൽ ആണ്. അവർ തമ്മിലുള്ള ബോണ്ടിന്റെ എണ്ണത്തിന് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് അതിന്റെ മൾട്ടിപ്ലിസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട എനർജിക്കാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ബോണ്ട് ഡിസോസിയേഷൻ എനർജി സൈസ് ഓഫ് ആറ്റത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും മൾട്ടിപ്ലിസിറ്റിക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണലുമാണ്. അത് അറിഞ്ഞിരിക്കുക. ബോണ്ട് ഓർഡർ, 2 ആറ്റങ്ങളും തമ്മിലുള്ള ബോണ്ടിന്റെ എണ്ണത്തിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ സ്റ്റെബിലിറ്റിക്ക് പ്രപ്പോർഷണൽ ആണ്, ബോണ്ട് ഡിസോസിയേഷൻ എനർജിക്ക് പ്രപ്പോർഷണൽ ആണ്, എന്നാൽ ബോണ്ട് ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇനി ബോണ്ട് പാരാമീറ്ററിൽ ഒരെണ്ണം കൂടിയുണ്ട്, ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഓർബിറ്റൽ കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ ആണ് കാണിച്ചിരിക്കുന്നത് 109, 104 ഡിഗ്രി 5 മിനിറ്റ്സ്. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റത്തിന്റെ ലോൺ പെയർ ഇലക്ട്രോൺസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഡൈപോൾ മൊമെന്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, സെൻട്രൽ ആറ്റത്തിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ആംഗിൾ കൂടും. ഇനി സറൗണ്ടിങ് ആറ്റത്തിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ആംഗിൾ കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബോണ്ട് പാരാമീറ്ററിൽ ഓർത്തിരിക്കണം. ഇനിയുള്ളത് ഹൈബ്രിഡൈസേഷൻ ആണ്. അറ്റോമിക് ഓർബിറ്റൽ ഇന്റർമിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ബോണ്ടിങ്ങിന് മുൻപ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ SP ഉണ്ട്, SP2 ഉണ്ട്, SP3 ഉണ്ട്, SP3D, SP3D2 അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഈക്വൽസ് ടു ഹാഫ് ഓഫ് V plus X minus C plus A എന്നാണ്. V plus X minus C plus A. ഈ വാല്യൂ 2 ആണെങ്കിൽ SP, 3 ആണെങ്കിൽ SP2, 4 ആണെങ്കിൽ SP3 അങ്ങനെ പോകും. ഇനി മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലേക്ക് വരികയാണെങ്കിൽ,
ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തിയറിയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഈ തിയറി അനുസരിച്ച് കമ്പൈൻ ചെയ്യുന്ന ആറ്റങ്ങളുടെ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുകയും അങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽസ് പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യും. മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് എത്ര അറ്റോമിക് ഓർബിറ്റലാണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും തന്നെ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റൽസിൽ പകുതി എണ്ണത്തിന് എനർജി കുറവായിരിക്കും അറ്റോമിക് ഓർബിറ്റലിനെക്കാട്ടിലും. നമ്മൾ അവരെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് വിളിക്കും. ബാക്കിയുള്ളവർക്ക് കൂടുതലാണ് ആന്റി ബോണ്ടിങ് എന്ന് വിളിക്കും. ബോണ്ടിങ്ങിനെ സിഗ്മ പൈ ഡെൽറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ആന്റി ബോണ്ടിങ്ങിനെ സിഗ്മ സ്റ്റാർ പൈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. 1 മുതൽ 14 വരെ ടോട്ടൽ ഇലക്ട്രോൺസ് ഉള്ള ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ ഈ പറയുന്ന മോളിക്കുലർ ഓർബിറ്റൽ ഓർഡർ ആണ് സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s അങ്ങനെയാണ് ഓർഡർ. ഇനി 15 മുതൽ 18 വരെ ആകുമ്പോഴേക്കും ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ സിഗ്മ 2p എവിടെ വരും? സിഗ്മ സ്റ്റാർ 2s ശേഷമായിരിക്കും വരേണ്ടത്. ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട് 15 മുതൽ 18 വരെയുള്ളവരുടെ. അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണിത്. നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഇൻ N2+. N2+ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 13 ആണ്. ശരിയല്ലേ? 13 ഇലക്ട്രോൺസ് വരുമ്പോൾ ആദ്യത്തെ ഓർഡർ ആണ് ഫോളോ ചെയ്യേണ്ടത്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px ഈക്വൽസ് ടു പൈ 2py. 2 4 6 8 10 12 ആയിട്ടുള്ളൂ. അടുത്തത് സിഗ്മ 2pz 1. അപ്പോൾ സ്റ്റാർ ഉള്ളതാണ് ആന്റി ബോണ്ടിങ്. അപ്പോൾ സ്റ്റാർ ഉള്ളതിൽ 2 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം 4 ഇലക്ട്രോൺസ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് സ്റ്റാർ ഉള്ളതും ബോണ്ടിങ് സ്റ്റാർ ഇല്ലാത്തതും. മറ്റൊരു ചോദ്യം, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിലെ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ നിന്ന് ആന്റി ബോണ്ടിങ്ങിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറച്ച് അതിന്റെ പകുതി എടുക്കുന്നതിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് വിളിക്കുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ്. അപ്പോൾ ബോണ്ട് ഓർഡർ 10 മുതൽ 18 വരെ ഇലക്ട്രോൺസ് വരുമ്പോഴുള്ള ബോണ്ട് ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഈ 13 വരുന്ന നൈട്രജൻ ആണ്. മുകളിലോട്ടും 0.5 താഴോട്ടും 0.5 വീതം കുറച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ C2 മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. C2 ഒരു കാർബണിന്റെ കയ്യിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 2 കാർബണിന്റെ കയ്യിലാകുമ്പോഴേക്കും 12 ഇലക്ട്രോൺസ് ഉണ്ട്. ശരിയല്ലേ? 12 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഈ ടേബിൾ അനുസരിച്ച് ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ 2 ആണ് അതിന്റെ ബോണ്ട് ഓർഡർ. C2ന്റെ ബോണ്ട് ഓർഡർ 2 ആണ്. അപ്പൊ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ 10 മുതൽ 18 വരെയുള്ളവരുടെ ബോണ്ട് ഓർഡറിന്റെ ആ ടേബിൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. 14 ഏറ്റവും കൂടുതൽ 3. ബാക്കിയുള്ളവർക്ക് മുകളിലോട്ടും താഴോട്ടും 0.5 വീതം കുറച്ചാൽ മതി. ബോണ്ട് ഓർഡർ പോയിന്റ് ഇട്ട് വരാം. ഇനി ലാസ്റ്റത്തെ പോർഷനാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ആറ്റത്തിനും ഹൈലി ഇലക്ട്രോനെഗറ്റീവായ സ്മോൾ സൈസ്ഡ് ആറ്റങ്ങളായ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഇടയിൽ ഫോം ചെയ്യുന്ന വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് പ്രപ്പോർഷണൽ ആണ്. 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും. അതായത് വാട്ടർ മോളിക്യൂൾ. ഇപ്പോൾ ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ അടുത്ത് മറ്റൊരു വാട്ടർ മോളിക്യൂൾ വന്നിട്ടുണ്ട് എങ്കിൽ ഒന്നാമത്തതിൻ്റെ ഹൈഡ്രജനും രണ്ടാമത്തതിൻ്റെ ഓക്സിജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്യും. അപ്പം 2 സിമിലർ അല്ലെങ്കിൽ 2 മോളിക്യൂളുകൾക്കിടയിൽ ഇൻ ബിറ്റ്വീൻ 2 or 3 മോളിക്യൂൾസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടാണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. എന്നാൽ ഓർത്തോ നൈട്രോ ഫീനോൾ എടുക്കുകയാണ്. അപ്പോൾ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് വരികയാണ്. അപ്പോൾ ഓർത്തോ നൈട്രോ ഫീനോളിലെ ഒരേ മോളിക്യൂളിൽ തന്നെയുള്ള ഹൈഡ്രജനും ഓക്സിജനും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഓക്സിജൻ ആറ്റം ഓർ ഫ്ലൂറിൻ ഓർ നൈട്രജൻ ആറ്റം ഓഫ് സെയിം മോളിക്യൂൾ ആണ് എങ്കിൽ അത് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രോങ് ആണ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെക്കാട്ടിലും. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നുള്ള ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്, 2 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായി പഠിച്ചതിന് ശേഷം ഈ വർഷത്തെ നീറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.